JKR അക്കാഡമിയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ആദ്യം തന്നെ റിക്വസ്റ്റ് ഉണ്ട്, നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിലോ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിലോ ഇന്ന് തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം തന്നെ ബെൽ ബട്ടണിൽ ക്ലിക്ക് ചെയ്താൽ മാത്രമേ ഞാൻ ക്ലാസ്സുകൾ അപ്പോൾ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനിൽ ലഭ്യമാവുകയുള്ളൂ. PSCയുടെ ഏറ്റവും പുതിയ നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട്. അത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്നറിയത്തില്ല. ഡ്രൈവർ കം ഓഫീസ് അറ്റൻഡന്റ് ആണ്. അതിന്റെ ഏജ് ലിമിറ്റ് 18 to 40 ആണ് ജനറൽ കാറ്റഗറി. OBCക്ക് 43 വയസ്സ് വരെയും SC/STക്കാർക്ക് 45 വയസ്സ് വരെയും അപേക്ഷിക്കാവുന്ന ഒരു തസ്തികയാണ്. കേരള സ്റ്റേറ്റ് കോഓപ്പറേറ്റീവ് അഗ്രികൾച്ചർ ആൻഡ് റൂറൽ ഡെവലപ്മെന്റ് ബാങ്ക് ലിമിറ്റഡിലാണ് ഒഴിവുകൾ ഉള്ളത്. അപ്പോൾ ഏകദേശം 5 ഒഴിവുകൾ ഓൾറെഡി നമ്മൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ വളരെ ഉദ്യോഗാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം ഈ ഏജ് ഓവർ 18 to 36 ആണ് ഏജ് ലിമിറ്റ് എന്നുള്ള രീതിയിൽ പലരും അതിനനുസരിച്ച് മനസ്സ് വിഷമിച്ചിരിക്കുന്ന ഉദ്യോഗാർത്ഥികളുണ്ട്. അവർക്കൊക്കെ വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനെ പ്രത്യേകമായിട്ട് സെലക്ട് ചെയ്ത് ക്ലാസ്സുകൾ തയ്യാറാക്കി തരുന്നത്. അതുകൊണ്ട് നിങ്ങളെപ്പോലുള്ള ഉദ്യോഗാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം 7ാം ക്ലാസ് യോഗ്യതയും അതുപോലെ തന്നെ ഡ്രൈവിംഗ് ലൈസൻസ് ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എല്ലാവർക്കും തന്നെ അപേക്ഷിക്കാവുന്ന ഒരു തസ്തികയാണിത്. അപ്പോൾ അതിനെക്കുറിച്ച് നമുക്ക് ഇന്നത്തെ ക്ലാസ്സിൽ വിശദമായിട്ട് നോക്കാം. കാറ്റഗറി നമ്പർ 691/2023 ആണ്. പാർട്ട് 1 ജനറൽ വിഭാഗമാണ്. കേരള സ്റ്റേറ്റ് കോഓപ്പറേറ്റീവ് അഗ്രികൾച്ചർ ആൻഡ് റൂറൽ ഡെവലപ്മെന്റ് ബാങ്ക് ലിമിറ്റഡ് ആണ് സ്ഥാപനം. ഉദ്യോഗ പേര് ഡ്രൈവർ കം ഓഫീസ് അറ്റൻഡന്റ് ആണ്. ലൈറ്റ് മോട്ടോർ വെഹിക്കിൾ. അതിന്റെ ശമ്പളം 19,050 52,800 ആണ് ശമ്പളം വരുന്നത്. ഒഴിവുകളുടെ എണ്ണം 5 ആണ്. ഭിന്നശേഷി വിഭാഗ ഉദ്യോഗാർത്ഥികൾ ഈ തസ്തികയിലേക്ക് തെരഞ്ഞെടുപ്പിന് അപേക്ഷിക്കുവാൻ അർഹരല്ല. അത് പ്രത്യേകം ശ്രദ്ധിക്കണം. ഇതിന്റെ നിയമന രീതി നേരിട്ടുള്ള നിയമനമാണ്. പ്രൊബേഷൻ, ഈ ഉദ്യോഗത്തിൽ നിയമിക്കപ്പെടുന്നവർ സർവീസിൽ പ്രവേശിക്കുന്ന തീയതി മുതൽ തുടർച്ചയായ 2 വർഷത്തെ സർവീസിനുള്ളിൽ 1 വർഷക്കാലം പ്രൊബേഷനിലായിരിക്കും. അതുപോലെ തന്നെ പ്രായം പ്രത്യേകം ശ്രദ്ധിക്കണം. പ്രായത്തിനെ സംബന്ധിച്ച് 18 to 40 ആണ് ഏജ് ലിമിറ്റ്. OBCക്കാർക്ക് 43 വയസ്സ് വരെയും SC/STക്കാർക്ക് 45 വയസ്സ് വരെയും ഈ തസ്തികകളിലേക്ക് അപേക്ഷിക്കാം എന്നുള്ളതാണ് ഇതിന്റെ ഒരു പ്രത്യേകത. അപ്പോൾ നിങ്ങൾ എല്ലാവരും സാധാരണ എല്ലാവരും 18 to 36 ആണ് ഏജ് ലിമിറ്റ് എന്നും പറഞ്ഞ് വിഷമിച്ചിരിക്കുന്ന ഉദ്യോഗാർത്ഥികളുണ്ട്. അവർക്ക് എല്ലാവർക്കും തന്നെ ഒരു സുവർണ അവസരമാണ് ഇങ്ങനെയുള്ള തസ്തികകളൊക്കെ വരുന്നത്. 18 to 40 ആണ് ഏജ് ലിമിറ്റ് ജനറൽ കാറ്റഗറിക്കാർക്ക്. OBCക്കാർക്ക് 43 വയസ്സ് വരെയും SC/STക്കാർക്ക് 45 വയസ്സ് വരെയും ഇതിലേക്ക് അപേക്ഷിക്കാവുന്നതാണ്. ഇതിന്റെ യോഗ്യത എന്താണ് എന്ന് നമുക്ക് നോക്കാം. യോഗ്യതകൾ 7ാം സ്റ്റാൻഡേർഡ് പാസ്സായിരിക്കണം, അല്ലെങ്കിൽ തത്തുല്യ യോഗ്യത. രണ്ടാമത്തേത് ലൈറ്റ് മോട്ടോർ വാഹനങ്ങൾ ഓടിക്കുന്നതിന് അനുവദിച്ചുകൊണ്ടുള്ളതും 3 വർഷമായി പ്രാബല്യത്തിലുള്ളതുമായ ഡ്രൈവിംഗ് ലൈസൻസും ഡ്രൈവേഴ്സ് ബാഡ്ജും ഉണ്ടായിരിക്കണം. ഉദ്യോഗാർത്ഥിയുടെ ഡ്രൈവിംഗ് ലൈസൻസ് തെരഞ്ഞെടുപ്പിന്റെ എല്ലാ ഘട്ടത്തിലും, അതായത് അപേക്ഷ സ്വീകരിക്കുന്ന അവസാന തീയതി, എഴുത്തു പരീക്ഷാ തീയതി, പ്രായോഗിക പരീക്ഷാ തീയതി, ഇന്റർവ്യൂ തീയതി, നിയമന തീയതി എന്നീ തീയതികളിൽ പ്രാബല്യത്തിൽ ഉള്ളതായിരിക്കണം. അത് പ്രത്യേകം ശ്രദ്ധിക്കണം. മൂന്നാമത്തേത് എന്താണ്? മെഡിക്കൽ ഫിറ്റ്നസ്. മൂന്നാമത്തെ മെഡിക്കൽ ഫിറ്റ്നസ് ആണ്. ഒന്നാമത്തേത് ചെവി പരിപൂർണ ശ്രവണ ശക്തി ഉണ്ടായിരിക്കണം. 2 കണ്ണ്, 2 കണ്ണുകളും ദൂരക്കാഴ്ച 6/6 സ്റ്റെല്ലൻ, സമീപ കാഴ്ച 0.5 സ്നെല്ലൻ. അതുപോലെ തന്നെ വർണ്ണക്കാഴ്ച സാധാരണ, നിശാന്തത ഉണ്ടാകരുത്. അടുത്തത് പേശികളും സന്ധികളും തളർവാദം ഉണ്ടായിരിക്കരുത്. എല്ലാ സന്ധികളും ആയാസരഹിതമായി ചലിപ്പിക്കാവുന്നതായിരിക്കണം. നാഡീവ്യവസ്ഥ പൂർണ്ണമായും സാധാരണ നിലയിലുള്ളതും പകർച്ചവ്യാധികളിൽ നിന്ന് മുക്തവും ആയിരിക്കണം. അപ്പോൾ അതുപോലെ തന്നെ ഒരു കുറിപ്പ് ഇതിന്റെ അടുത്ത് കൊടുത്തിട്ടുണ്ട്. ഉദ്യോഗാർത്ഥികളുടെ ഡ്രൈവിംഗിലുള്ള പ്രാവീണ്യം പരിശോധിക്കുന്നതിനുള്ള ടെസ്റ്റ് ഉൾപ്പെടെയുള്ള പ്രായോഗിക പരീക്ഷ കമ്മീഷൻ നടത്തുന്നതാണ്. ടെസ്റ്റിൽ വിജയിക്കുന്നവരെ മാത്രമേ റോഡ് ടെസ്റ്റിന് പങ്കെടുപ്പിക്കുകയുള്ളൂ. ഫിസിക്കൽ ഫിറ്റ്നസിനെ സംബന്ധിച്ച് അസിസ്റ്റന്റ് സർജന്റെ റാങ്കിൽ കുറയാത്ത ഒരു മെഡിക്കൽ ഓഫീസറിൽ നിന്നുള്ള സർട്ടിഫിക്കറ്റും, കാഴ്ചയെ സംബന്ധിച്ച് സർക്കാർ സർവീസിലുള്ള മോളജിസ്റ്റിൽ നിന്നും ലഭിച്ച സർട്ടിഫിക്കറ്റും നിശ്ചിത മാതൃകയിൽ വാങ്ങി കമ്മീഷൻ ആവശ്യപ്പെടുമ്പോൾ ഹാജരാക്കേണ്ടതാണ്. മെഡിക്കൽ സർട്ടിഫിക്കറ്റിന്റെ മാതൃകകളൊക്കെ താഴെ നോട്ടിഫിക്കേഷനിൽ ചുവടെ ചേർക്കുന്നുണ്ട്. ആവശ്യമുള്ള ഉദ്യോഗാർത്ഥികൾ അതെല്ലാം തന്നെ പ്രത്യേകമായിട്ട് നോക്കി പൂരിപ്പിക്കേണ്ടതാണ്. അപ്പോൾ ഈ തസ്തികകളിലേക്ക് അപേക്ഷ ഡ്രൈവർ കം ഓഫീസ് അറ്റൻഡന്റ് അതിന്റെ 7ാം സ്റ്റാൻഡേർഡ് പാസ്സായിരിക്കണം. അതില്ലെങ്കിൽ തത്തുല്യ യോഗ്യത. അതുപോലെ തന്നെ ലൈറ്റ് മോട്ടോർ വെഹിക്കിൾ ഓടിക്കുന്നത് അനുവദിച്ചുകൊണ്ടുള്ളതും 3 വർഷമായി പ്രാബല്യത്തിലുള്ളതുമായ ഡ്രൈവിംഗ് ലൈസൻസും ഡ്രൈവേഴ്സ് ബാഡ്ജും ഉണ്ടായിരിക്കണം. അതുപോലെ തന്നെ മെഡിക്കൽ ഫിറ്റ്നസ് ഒക്കെ ഉണ്ടായിരിക്കണം. അപ്പോൾ
ഇതിലേക്ക് യോഗ്യരായ ഉദ്യോഗാർത്ഥികളെല്ലാം തന്നെ ജനുവരി 31-ാം തീയതിയാണ് ഇതിന്റെ അപേക്ഷ സമർപ്പിക്കാനുള്ള അവസാന തീയതി വരെ നോക്കിയിരിക്കാതെ ഉടൻ തന്നെ അപേക്ഷ സമർപ്പിക്കേണ്ടതാണ്. അപ്പോൾ ഇന്നത്തെ ക്ലാസ് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായി ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, പരമാവധി എല്ലാവരിലേക്കും എത്തിച്ചു കൊടുക്കും. ഒരിക്കൽ കൂടി എന്ന് പറഞ്ഞ് നിർത്തട്ടെ. നന്ദി, നമസ്കാരം.